ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഡപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഉപയോഗിക്കാണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മുട്ടക്കുംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു 3 മുട്ട പൊട്ടിച്ച് ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, അരക്കപ്പ് പഞ്ചസാര, ഒരു 3 ഏലക്കായ പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ കൊണ്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ആയി വന്നാൽ നമ്മുടെ ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ആയി കിട്ടണം. പിന്നെ അതിലേക്ക് 3 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊരു വലിയ സ്പൂൺ. ഈ വലിയ സ്പൂണിനാണ് ഞാൻ 3 സ്പൂണ് മൈദപ്പൊടി എടുത്തത്. അത് കറക്റ്റ് അളവാണ്. അതിൽ കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരും. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മാവൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുത്തിട്ട് 4 ഭാഗം ഒന്ന് ചുറ്റിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അതിലേക്ക് തുറന്നിട്ട് കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒന്ന് അടച്ച് 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മുട്ടക്കുംസ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കൈ കൊണ്ട് ടച്ചാക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും നമ്മുടെ പാത്രത്തിലേക്ക് മറിച്ചിട്ട് അതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അടിഭാഗമൊക്കെ നല്ലതാണ് സെറ്റായിട്ടുണ്ട്. കരിഞ്ഞു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഗ്യാസ് വെക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഒരു മൂടി അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളായിരിക്കണം നമ്മൾ വെക്കുന്ന പാത്രം വെക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പറയാണ്, ദയവ് ചെയ്ത് ഈ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരിക്കലും മെസ്സേജ് വിടാതിരിക്കുക. കാരണം ഭയങ്കര പണീൻ്റെ തിരക്കാണ്. അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് അതിലേക്ക് വാട്സപ്പിൽ കോൾ ചെയ്താലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാതിരിക്കുക. കാരണം അതിന് റീപ്ലൈ തരാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. കോൾ ചെയ്താൽ പണീൻ്റെ ഇടയിൽ കോൾ എടുക്കുന്നതാണ്. ഓർഡർ തരാൻ വേണ്ടി മാത്രം വിളിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.